ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് എങ്ങോട്ടാണ് വെച്ചു? മൈസൂർ. ഓക്കെ, അപ്പോൾ നമ്മൾ വന്ന് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം തൊട്ട് ആലോചിക്കണം മൈസൂർ പോകണം. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് ഏകദേശം 1.5 വർഷമായി, ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, സമയം 5:40 ആയിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഓക്കെ, കാണാൻ പറ്റത്തില്ല. ഓക്കെ, 5:40 രാവിലെ 5 മണിക്ക് പോകണമെന്നൊക്കെ ചെയ്യണേ, ഇറങ്ങിയപ്പോൾ ലേറ്റായി. അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. 5:40 ആയിട്ടുണ്ട്. ഏകദേശം 2.5-3 മണിക്കൂറോളം വേണം. അപ്പോൾ നമ്മുടെ റോയൂട്ടനിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം. അങ്ങനെ 5 മണിക്ക് പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ യാത്ര 5:40 സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പോകുന്നത് മടിവാള വഴിയാണ്. അപ്പോൾ മാർക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയമാണ്. രാവിലെ 4 മണി മുതൽ അവിടെ ആക്റ്റീവായി തുടങ്ങും. വളരെ രസമാണ് ആ സമയത്തൊക്കെ അവിടെ പോകുകയാണെങ്കിൽ. ഇടയ്ക്കൊക്കെ ആ സമയത്ത് ഞങ്ങൾ പോയിട്ടുണ്ട്. കച്ചവടക്കാരെല്ലാം സാധനങ്ങൾ ലോഡ് ചെയ്യുന്നതും അൺലോഡ് ചെയ്യുന്നതൊക്കെ ഈ ഒരു സമയത്താണ്. ഒരുപാട് ബൾക്കായിട്ടുള്ള ഐറ്റംസ്, ഒത്തിരി ഐറ്റംസും വലിയ വലിയ വണ്ടികളൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടാവും. അപ്പോൾ ഐറ്റംസ് എല്ലാം വരുന്ന സമയമാണ് ആസ് യൂഷ്വൽ എല്ലാ മാർക്കറ്റും പോലെ ഇവിടെയും ആ ഒരു സമയത്താണ് ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ നേരെ പോയത് പെട്രോൾ പമ്പിലോട്ടാണ് ആദ്യം തന്നെ. അപ്പോൾ ആവശ്യത്തിനുള്ള ഫ്യൂവലെല്ലാം നിറച്ചു. എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത്. അപ്പം ഇതെല്ലാം ഈ പരിപാടി കഴിയുമ്പോൾ തന്നെ ഏകദേശം സമയം 6 മണി ആയിട്ടുണ്ടായിരുന്നു. 5:40 ഇറങ്ങിയെങ്കിലും പിന്നെ വന്നു. അവിടെ ആ സമയത്തും നല്ല ക്രൗഡായിരുന്നു. പെട്രോൾ പമ്പിൽ അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞങ്ങളൊരു ഇരുട്ട് നിൽക്കുന്ന സമയത്ത് പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ എല്ലാം കഴിഞ്ഞ് മെയിൻ മൈസൂർ റോഡിലോട്ട് കയറാൻ സമയത്ത് നേരം വെളുത്തു, നല്ല വെട്ടായി. മൈസൂർ വരെ പോകാനായിട്ട് ഈ ഒരു ടോൾ റോഡുണ്ട്, ലൈനായിട്ട് ഒറ്റ റോഡ് കിടപ്പുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഓട്ടോ, ബൈക്ക്, ട്രാക്ടർ ഈ 3 സാധനങ്ങൾക്ക് ഇതിനകത്തോട്ട് പ്രവേശനമില്ല. ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ 500 റുപ്പീസ് പെറ്റിയാണ്, പെനാൽറ്റി ഉണ്ടാവും, ഫൈൻ ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള വാഹനങ്ങൾ 4 വീലേഴ്സും ബാക്കി മറ്റ് വലിയ വലിയ വാഹനങ്ങളാണ് അതുവഴി പോകുന്നത്. അപ്പോൾ അത് ഒരൊറ്റ റോഡാണ്, വേറെ ട്രാഫിക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതിന് സമാന്തരമായിട്ട് തന്നെ സൈഡിൽ കൂടെ ഈ ഒരു സർവീസ് റോഡുണ്ട്, ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതും വലിയ ട്രാഫിക് ഇല്ല. ബാംഗ്ലൂരുള്ള ട്രാഫിക്കിൻ്റെ പകുതി പോലും ഇവിടെ ഇല്ല. ചില സ്ഥലങ്ങളിൽ സിഗ്നൽ എത്തുമ്പോൾ മാത്രമേ ഈ ഒരു ട്രാഫിക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് അത്യാവശ്യം സ്പീഡിന് പോകാൻ പറ്റും. പിന്നെ വലിയ ട്രാഫിക് ഇല്ല, ബോറടി ഇല്ല, നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന റോഡ് തന്നെയാണ് ഈ സർവീസ് റോഡും. പിന്നെ വലിയ വലിയ വണ്ടികളെല്ലാം ടോൾ റോഡിലൂടെ പോകുന്നതുകൊണ്ട് ഇതിൽ നമുക്ക് വലിയ വണ്ടികളുടെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മൾ ബോർഡ് കണ്ടു മൈസൂർ എന്ന്. അപ്പോൾ നമ്മുടെ യാത്ര അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ നമ്മൾ ഡ്രൈവ് ചെയ്തു. നല്ല രസമായിട്ട്, ക്ലൈമറ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോഴത്തേക്കും നല്ല ആസ് യൂഷ്വൽ രാവിലത്തെ വിശപ്പടിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ നല്ലൊരു ഹോട്ടലിലേക്ക് പോയിരുന്നു. അപ്പോൾ നമ്മൾ ഒരു മലയാളി ഹോട്ടൽ തന്നെ കണ്ടു, ഒരു കേരള തലശ്ശേരി റെസ്റ്റോറൻറ്റ് കണ്ടു. നല്ല പാർക്കിംഗ് സ്പേസൊക്കെ ഉള്ള വലിയൊരു ഹോട്ടലായിരുന്നു. വെളിയിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് ഭയങ്കര രസവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ബാത്റൂമിൽ പോകാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമ്മൾ കണ്ട സ്ഥിതിക്ക് വേറെ പിന്നെ ഒന്നും നോക്കിയില്ല. പ്രത്യേകിച്ച് കേരള ഹോട്ടലാണ് അകത്ത് കയറിയത്. പക്ഷേ ആ വെളിയിൽ നിന്ന് കണ്ട ഒരു സാറ്റിസ്ഫാക്ഷൻ അകത്തുള്ള ഫുഡിൽ കിട്ടിയില്ല എന്നതാണ് സത്യം. മുട്ടക്കറിയും പൊറോട്ടയാണ് നമ്മൾ കഴിച്ചത്. ഞാൻ ഒരു ചായയും കുടിച്ചു. ലച്ചുവിന് ചായ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ ഫുഡിൽ ഞങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല, അത്ര ടേസ്റ്റി ആയിരുന്നില്ല. പിന്നെ എന്തായാലും വിശപ്പുണ്ട്, അങ്ങനെ ആ രീതിയിൽ ഫുഡൊക്കെ കഴിച്ചു. അത്ര ഹാപ്പിയോടെ അല്ലെങ്കിലും വിശപ്പൊക്കെ മാറിയ ഒരു സന്തോഷത്തിൽ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. പിന്നെ ഏകദേശം നല്ല സമയമെടുത്തു നമ്മൾ എത്താനായിട്ട്. നമ്മൾ ഇടയ്ക്ക് വണ്ടി നിർത്തി ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ 4-5 മണിക്കൂറോടെ എടുത്തു ഞങ്ങൾ മൈസൂർ എത്താനായിട്ട്. അങ്ങനെ മൈസൂർ പാലസിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സമയമെടുത്ത് എത്താനായിട്ട്. കാര്യം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇടയ്ക്ക് റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെയാണ് വന്നത്. അതായത് നമ്മളെ എൻട്രൻസിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ എൻട്രി ടിക്കറ്റ് എടുക്കണം. ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് കയറാൻ പോവുകയാണ്. ഓക്കെ, മൈസൂരിലോട്ട് വരുന്നു എന്ന് മാത്രമേ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മൈസൂർ പാലസ് ആയിരുന്നു. അപ്പോൾ പാലസിലോട്ട് വരിക, അവിടുത്തെ അകത്തുള്ള പാലസിലെ കാഴ്ചകളൊക്കെ കാണുക. അതിനുശേഷം സമയമുണ്ടെങ്കിൽ മാത്രം മറ്റെവിടെയെങ്കിലുമൊക്കെ മൈസൂർ സൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ വിസിറ്റ് ചെയ്യണം എന്നുള്ള പ്ലാൻ ആയിരുന്നു. പാലസിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഭയങ്കരമായിട്ട് ഞാൻ പണ്ടൊരിക്കൽ പോയി വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു പാലസിൽ, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ. അതിനുശേഷം ഇപ്പോഴാണ് ആ വെളിയിൽ നിന്ന് കാണാനുള്ളൊരു ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര മനോഹരമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ എൻട്രി ടിക്കറ്റൊക്കെ എടുത്തു, അകത്ത് കയറി. പിന്നെ പുറത്തുള്ള, അതായത് പാലസിന് പുറത്തുള്ള കാഴ്ചകളെല്ലാം കണ്ടു. അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പാലസിനകത്തോട്ട് നമ്മൾ പോയത്. പക്ഷെ പുറമേ നിന്ന് കാണുന്ന ആ ഒരു രസം ഭയങ്കരം തന്നെയായിരുന്നു. വീണ്ടും വീണ്ടും അത് കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ട് പോർഷനൊക്കെ നമ്മൾ നല്ല രീതിയിൽ കറങ്ങി കണ്ടിട്ടാണ് നമ്മൾ അകത്തോട്ട് പോയത്. ഇതുവഴിയാണ് പാലസിലോട്ടുള്ള എൻട്രൻസ്. അവിടെ നമുക്ക് കാണാം ഒരുപാട് പഴയ കുതിര വണ്ടികളുടെ ചക്രങ്ങൾ, വീലുകളുള്ള വണ്ടികളുടെ ആ പോർഷൻസ് അവിടെ അടുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു അകത്ത്, പാലസിനകത്ത്.
നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വീഡിയോ എടുക്കാൻ പറ്റിയത്. കാരണം നമ്മളുടെ ഫ്രണ്ടിലായാലും പുറകിലായാലും എപ്പോഴും ഒരു കൂട്ടം ആൾക്കാർ എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കാനായിട്ട് ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോർഷൻസിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസിലൊക്കെ എത്തുമ്പോൾ അവിടെ നമുക്ക് ഒത്തിരി ക്രൗഡിൻ്റെ ഇടയിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ കഷ്ടപ്പെട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനാണ് നമുക്ക് പറ്റിയത്. എങ്കിലും മാക്സിമം ഇതിനകത്തുള്ള കാഴ്ചകൾ നമ്മുടെ ക്യാമറയിൽ പകർത്താൻ പറ്റുന്ന മാക്സിമം നമ്മൾ പകർത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിനി പാലസിലെ കാഴ്ചകളെല്ലാം കാണാം.
ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ പാലസിനകത്ത് സ്പെൻഡ് ചെയ്തു. അകത്തുള്ള എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു. അതിനകത്തുള്ള മുക്കും മൂലയും എല്ലാം അകത്തുള്ള രീതിയിൽ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ ചെപ്പൽസ് ഷൂസ് എല്ലാം നമ്മളവിടെ പുറത്ത് ഏൽപ്പിച്ചിട്ടാണ് അകത്ത് കയറുന്നത്. അപ്പോൾ അതെല്ലാം തിരിച്ചിറങ്ങിയതിന് ശേഷം ചെപ്പൽസ് എല്ലാം എടുത്തതിന് ശേഷം ലച്ചുവിൻ്റെ ഈ വക കുറേ റീൽസ് ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഉച്ചയ്ക്കുള്ള ഫുഡ് അടിക്കാനാണ്. നല്ല വിശപ്പായിട്ടുണ്ട്, ലഞ്ച് ടൈം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നേരെ പോയത് മൈസൂരിലെ ഫേമസ് ബിരിയാണി ആയിട്ടുള്ള ഹനുമന്ത ബിരിയാണി കഴിക്കാനായിട്ടാണ്. അപ്പോൾ മുൻപൊരിക്കൽ ഞാൻ മൈസൂർ വന്നപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഹോട്ടൽ തിരഞ്ഞ് പിടിച്ച് പോയി. അവിടുന്ന് ഈ ഒരു കാണുന്ന ഹനുമന്ത ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണീസാണ്. പക്ഷേ അതിനെല്ലാം ഹനുമന്ത ബിരിയാണിയാണ് അറിയപ്പെടുന്നത്. നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സംഭവം മൈസൂർ മാത്രമേ കിട്ടുള്ളൂ എന്നാണ് നമ്മുടെ അറിവ്. ഓക്കെ, എന്തായാലും നമ്മൾ ബിരിയാണി കഴിച്ചത് നമ്മുടെ സമയം ഒരുപാടായതുകൊണ്ട് തന്നെ നമ്മളെ റിട്ടേൺ യാത്ര തുടങ്ങി. നമ്മൾ വേറൊരിടത്തും പോകാൻ നിന്നില്ല. അവിടെ നേരെ തിരിച്ച് ബാംഗ്ലൂരോട്ടാണ് വരുന്നത്. അപ്പോൾ വളരെ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ദിവസമായിരുന്നു. നമ്മൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു, ഒരു ലോങ് ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പം ഒത്തിരി എൻജോയ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. അങ്ങനെ വീണ്ടും തിരിച്ച് ബാംഗ്ലൂരിലേക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.